പടിഞ്ഞാറക്കല്ലടയിൽ വസ്ത്രനിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. 50 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന കല്ലട ബ്രാൻഡ് വസ്ത്രനിർമ്മാണ യൂണിറ്റാണ് ആരംഭിച്ചത്. മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് തൊഴിൽ മേളയും സംഘടിപ്പിച്ചു. വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി പടിഞ്ഞാറക്കല്ലടയിൽ വസ്ത്രനിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യുന്നു ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു. ആ പഞ്ചായത്തിന്റെ പുതിയ ഹാള് AC അടക്കം പഠിപ്പിച്ചിട്ട് അവിടെ ഒരു ഭക്ഷണശാല ഉൾപ്പെടെ അടുക്കള ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ധാരാളം വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്നലെ സംസ്ഥാന ഗവൺമെന്റ് വിവിധ മേഖലകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് പ്രഖ്യാപിക്കുന്ന കാര്യമല്ലെന്ന് എനിക്കറിയാം. കാരണം ഇത് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കഴിഞ്ഞിട്ടാണ് സാധാരണ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരിക. അപ്പോൾ 6 മാസത്തിന് മുമ്പ് പ്രഖ്യാപിച്ചത് തന്നെ ഇത് കൃത്യമായി ചെയ്യാൻ ഉത്തരവാദിത്വമുണ്ട്, ചെയ്യും ഈ ഗവൺമെന്റ് എന്ന് ഉള്ള വിശ്വാസമുണ്ട്. അത് അവസാനം ചെയ്യുന്നതല്ല, അപ്പൊ അത് ചെയ്യും. അതെല്ലാ മേഖലയിലും ക്ഷേമ പെൻഷന്റെ അവസ്ഥ, പത്രക്കാരുടെ പെൻഷൻ പോലെ 200 രൂപ വർദ്ധിപ്പിക്കുമെന്നാണ് 2000 രൂപയായി. വീട്ടമ്മമാർക്ക് ഒരു സുരക്ഷാ പദ്ധതി 1000 രൂപ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 35-നും 60-നും ഇടയിൽ ചില മാനദണ്ഡം വെച്ചിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം ഒരേപോലെ അല്ല. 50 പേർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന കല്ലട ബ്രാൻഡ് വസ്ത്രനിർമ്മാണ യൂണിറ്റാണ് ആരംഭിച്ചത്. പരിപാടിയുടെ ഭാഗമായി തൊഴിൽ മേളയും സംഘടിപ്പിച്ചു. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. നാടായി നമുക്ക് മാറ്റണം. അതിന് കുടുംബശ്രീയും മറ്റുള്ളവരുമെല്ലാം നടത്തിയിട്ടുള്ള അശ്രാന്ത ശ്രമകരമായിട്ടുള്ള ദൗത്യം, അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് അവരെ കണ്ടെത്താനും അവർക്ക് വീടില്ലെങ്കിൽ വീട് വെച്ചു കൊടുക്കാനും വസ്തുവില്ലെങ്കിൽ വസ്തു വാങ്ങിക്കൊടുത്ത് വീട് വെച്ചു കൊടുക്കാനും ഒക്കെയുള്ള കർമ്മ പദ്ധതികളുമായിട്ടാണ് നമുക്ക് പോകാൻ കഴിയുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P.K. ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V. രതീഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ K. സുധീർ, J. അംബികകുമാരി, ഉഷാലയം ശിവരാജൻ, CDS അധ്യക്ഷ വിജയ നിർമ്മല, ഡോക്ടർ ബിജു, കുടുംബശ്രീ മിഷൻ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അരുൺ, പഞ്ചായത്ത് സെക്രട്ടറി ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.